ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ഫ്രീ ബിഗ് ടൈം പാക്ക് ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. അപ്പോൾ എന്താവുന്നൊന്നും അറിയില്ല ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും കറക്കി നോക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം ലൈക്ക് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നവരിന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. ആ പാക്കിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 300 പ്ലേയേഴ്സ് ഉണ്ട് ഗൈസ്. ഹൈലൈറ്റ് കാർഡും ഉണ്ട്, അതുപോലെ തന്നെ ബേസ് കാർഡും ഉണ്ട് ഗൈസ്. പിന്നെ 12 ബിഗ് ടൈം എന്തോ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും കറക്കി നോക്കാം ഗൈസ്. കിട്ടുമല്ലോ എന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മുടെ ഒരു 22 ഫ്രീ സ്പിൻ ഉണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പാക്ക് ഇറക്കിയിട്ട് ആരെങ്കിലുമൊക്കെ കിട്ടിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. കിട്ടാത്ത കുറേ പേരും ഉണ്ടാവും. നമ്മുടെ അവസ്ഥ ഇനിയിപ്പോൾ എന്താവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഗൈസ്. എനിക്കിതിനകത്ത് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ ടാർഗറ്റ് റൊണാൾഡീനോ ആണ് ഗൈസ്. റൊണാൾഡീനോയുടെ ഒരു കാർഡ് പോലും എൻ്റെ കയ്യിലില്ല. റൊണാൾഡീനോനെ കിട്ടിക്കഴിഞ്ഞാൽ സെറ്റാണ്. റൊണാൾഡീനോനെ എനിക്ക് വേണമെന്നുണ്ട് ഗൈസ്. എനിക്ക് അത്രയ്ക്കും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലെയറാണ് റൊണാൾഡീനോ. ഈ കാർഡ് അത്യാവശ്യം കൊള്ളാവുന്നൊരു കാർഡാണെന്നൊക്കെ കുറേ പേര് പറയുന്നത് കേട്ട്. അപ്പോൾ റൊണാൾഡീനോനെ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും സെറ്റാണ്. 25 വയസ്സിൻ്റെ റൊണാൾഡീനോ ആണ്. കിട്ടിയ സെറ്റായിരിക്കും ഗൈസ്. പിന്നെ എനിക്കിതിനകത്ത് വേറെ ടാർഗറ്റ് പറയാനായിട്ട് ബെക്കാം എൻ്റെ ടാർഗറ്റാണ് ഗൈസ്. നമുക്ക് ചുമ്മാ എന്തായാലും നക്കാമുറേനൊക്കെ ചുമ്മാ ടാപ്പ് ചെയ്യാം ഗൈസ്. എങ്ങാനും അടിച്ചാലോ. നക്കാമുറേനെ വേണ്ട, നമുക്ക് ബെക്കാമിനെയോ അല്ലെങ്കിൽ റൊണാൾഡീനിയോ. പിന്നെ ജെറാഡിയുടെ ടാർഗറ്റാണ്. അതുപോലെ തന്നെ മെക്കലേലെ ടാർഗറ്റാണ്. വേറെ ആരും എനിക്ക് വേണമെന്നില്ല ഗൈസ്. മെക്കലേലിനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സെറ്റായിരിക്കും. ബെക്കാമിനെ എനിക്ക് വേണമെന്നുണ്ട്. എന്തായാലും നോക്കി നോക്കാം ഗൈസ്. കിട്ടുമല്ലോന്ന് അറിയാൻ പാടില്ല. കുറേ പേർക്ക് കറക്കിയിട്ടൊന്നും കിട്ടിയില്ല എന്നൊക്കെ കണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ അവസ്ഥ എന്താവുമെന്ന് അറിയില്ല ഗൈസ്. 300 പ്ലേസുള്ള പാക്കാണ്. ഹൈലൈറ്റ് കാർഡും ഉണ്ട്, അതാണ് വിഷയം. എന്തായാലും കറക്കി നോക്കാം. കിട്ടുമല്ലോന്ന് അറിയില്ല, നോക്കി നോക്കാം എന്തായാലും. ഫോർലാൻഡ് കാർഡ് എങ്ങനെയാവുമെന്ന് എനിക്ക് അറിയില്ല. ഫോർലാൻഡ് ഒരു കാർഡ് എൻ്റെ ഉണ്ട്, അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ. എനിക്ക് അത് തന്നെ ധാരാളമാണ് ഗൈസ്. എനിക്ക് വേണ്ടത് റൊണാൾഡീനോനെയാണ്. റൊണാൾഡീനോ, ബെക്കാം, മെക്കലേലെ, ജെറാഡ്, ഇത്രയും പേരെ മതി എനിക്ക്. എന്തായാലും ഫസ്റ്റ് സ്പിൻ എന്തായാലും എടുക്കാം ഗൈസ്. ഹെർവിഗോ. എന്തായാലും നോക്കാം. എന്തായാലും ബിഗ് ടൈം അടിക്കുമോ നോക്കാം എന്തായാലും. കൊനാമി പ്ലീസ്. ബിഗ് ടൈം അല്ല ഗൈസ്, ബിഗ് ടൈം അല്ല. കൊനാമി ചതിച്ചിട്ടുണ്ട്. 3 സ്റ്റാറിന് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് സ്പിൻ എന്തായാലും അവിടെ തീർന്നിട്ടുണ്ട് ഗൈസ്. എന്തായാലും അടുത്ത സ്പിൻ എടുത്ത് നോക്കാം. ഹെർവിഗോ. കൊനാമി ബിഗ് ടൈം. ഓക്കെ, അതും ബേസ് കാർഡാണ്. എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല ഗൈസ്. കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയില്ല എനിക്ക്. എന്തായാലും നമുക്ക് അടുത്ത സ്പിൻ എടുക്കാം. 3ാമത്തെ സ്പിന്നാണ്. ഹെർവിഗോ. നോക്കാം എന്തായാലും. ഓക്കെ, അതും ബേസ് കാർഡാണ്. ഓക്കെ, 3 സ്റ്റാറിനെ തന്നിട്ടുണ്ട് കൊനാമി. അപ്പോൾ 3 സ്പിൻ ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞു. ഇനി 4ാമത്തെ സ്പിൻ എന്തായാലും നമുക്ക് എടുക്കാം ഗൈസ്. 4ാമത്തെ സ്പിൻ എന്തായാലും കറക്കി നോക്കാം. കിട്ടിയാൽ മതിയായിരുന്നു. ഓക്കെ, കറക്കിയിട്ടുണ്ട്. നോക്കാം എന്തായാലും. ഓക്കെ, ഈസ് ബിഗ് ടൈം ഗൈസ്, ബിഗ് ടൈം. ഓക്കെ, താങ്ക് യു കൊനാമി. ഓക്കെ, നമുക്ക് ബിഗ് ടൈം കിട്ടിയിട്ടുണ്ട്. ആരാന്ന് നോക്കാം. ഓക്കെ, ആരാണ് ഗൈസ്? ഓക്കെ, സ്പാനിഷ് ലീഗാണ്. നമ്പർ 10 റൊണാൾഡീനോ ഗൗച്ചോ. ഗൈസ്, റൊണാൾഡീനോനെ കിട്ടി. ലെറ്റ്സ് ഗോ. അവിടെ ടാർഗറ്റ് ആയിട്ടുള്ള പ്ലെയറിനെ തന്നെ ഫസ്റ്റ് ടൈം നമുക്ക് തന്നു ഗൈസ്. ഇനിയിപ്പോൾ ആരെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് വലിയ വിഷയമില്ല ഗൈസ്. കാരണം എനിക്ക് വേണമെന്നുള്ളൊരു എൻ്റെ ഫേവറേറ്റ് പ്ലെയറാണ് ഗൈസ് റൊണാൾഡീനോ. എന്തായാലും റൊണാൾഡീനോന് 4ാമത്തെ സ്പിന്നിലാണെന്ന് തോന്നുന്നു. 4ാമത്തെ സ്പിന്നിൽ എന്തായാലും നമുക്ക് റൊണാൾഡീനോനെ കൊനാമി തന്നിട്ടുണ്ട്. ഇനി ആ മെക്കലേലേനെ കൂടി കിട്ടിക്കഴിഞ്ഞാൽ സെറ്റാണ്. പിന്നെ ബെക്കാമും എൻ്റെ ടാർഗറ്റാണ്. നോക്കി നോക്കാം എന്തായാലും. കറക്കി നോക്കാം. ഇനി നമുക്ക് സ്പിന്നുണ്ട്. എന്തായാലും കറക്കി നോക്കാം ഗൈസ്. ഒബ്ജക്റ്റിനകത്ത് നിന്ന് ഇനി നമുക്ക് കുറച്ച് ഫ്രീ സ്പിൻ കൂടി കിട്ടാനുണ്ട്. അത് മിക്കവാറും അടുത്ത വ്യാഴാഴ്ച ആയിരിക്കും കിട്ടുള്ളൂ. എന്തായാലും റൊണാൾഡീനോനെ കിട്ടി ഗൈസ്, ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത സ്പിൻ കൂടി എന്തായാലും എടുത്തു നോക്കാം. പിന്നെ പെലയുടെ ബാക്ക് കറക്കണോ വേണ്ടെന്നൊക്കെ ഞാനൊരു ആലോചനയിലാണ് ഗൈസ്. കാരണം 1700 കോയിനുണ്ട്, പക്ഷെ തരുമെന്ന് അറിയാൻ പാടില്ല. ഓക്കെ, അതെന്തായാലും നമുക്ക് 4 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. 4 സ്റ്റാറിനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി തരുമെന്ന് എനിക്ക് തോന്നണില്ല. കൊനാമി മിക്കവാറും. ഓക്കെ, സ്ലോട്ടില്ല ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും സ്ലോട്ട് ഞാൻ എന്തായാലും വാങ്ങിയിട്ടുണ്ട്. GP ഒക്കെ ഭയങ്കര ശോകമാണ് ഗൈസ്. GP ഒന്നും ഇല്ല. ഓക്കെ, അടുത്ത സ്പിൻ എന്തായാലും എടുത്തിട്ടുണ്ട്. ഹെർവിഗോ. ഓക്കെ, ബിഗ് ടൈം അല്ല. നമുക്ക് എന്തായാലും റൊണാൾഡീനോനെ കിട്ടി ഗൈസ്, അത് മതി. ഓക്കെ, എന്തായാലും നോക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് കിട്ടിയ എപ്പിക്ക് അല്ല, നിങ്ങൾക്ക് കിട്ടിയ ബിഗ് ടൈമൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇനി ബിഗ് ടൈം കിട്ടിയിട്ടില്ലെങ്കിൽ അതും കമൻറ്റ് ചെയ്യും. ഓക്കെ, ഇതും ബേസ് കാർഡ് തന്നെയാണ്. എന്തായാലും നമുക്ക് ഇനിയും 15 സ്പിന്നും കൂടി ബാക്കിയുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും കറക്കി നോക്കാം. ഒരു എപ്പിക്കും കൂടി അല്ല, ഒരു ബിഗ് ടൈം കൂടി തന്നു കഴിഞ്ഞാൽ കൊള്ളായിരുന്നു. നോക്കി നോക്കാം എന്തായാലും. ഓക്കെ, അതും ബേസ് കാർഡ് തന്നെയാണ്. സിസോ എന്ന് പറഞ്ഞാൽ ഏതൊരു ബേസ് കാർഡിന് നമുക്ക് തന്നിട്ടുണ്ട് കൊനാമി. നമുക്ക് എന്തായാലും അടുത്ത സ്പിൻ എന്തായാലും എടുക്കാം ഗൈസ്. ഓക്കെ, ഫോർലാനൊക്കെ ഉണ്ട്.
നമുക്കെന്തായാലും ബെക്കാമിനെ കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളാം. ബെക്കാം അതുപോലെ തന്നെ മെക്കലേലെ ഇവരാണ് ഗീസ് എൻ്റെ ടാർഗറ്റ്. മെക്കലേലനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും സെറ്റായിരിക്കും. മെക്കലേലെ, ബെക്കാം, അതുപോലെ തന്നെ ജെറാഡും എൻ്റെ ഒരു ഫേവററ്റ് പ്ലെയർ തന്നെയാണ്. പിന്നെ റൈക്കാർഡിനെ കിട്ടിയാലും വിഷയമല്ല ഗീസ്, റൈക്കാർഡും എൻ്റെ ഫേവററ്റ് പ്ലെയർ ആണ്. ഇവരുടെ കാർഡൊന്നും എൻ്റെ ഇല്ലാത്തതാണ്. എന്തായാലും കിട്ടിക്കഴിഞ്ഞാൽ സെറ്റായിരിക്കും. കറക്കി നോക്കാം എന്തായാലും. നമുക്കെന്തായാലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സ്പിൻ എടുത്ത് നോക്കാം. അടുത്ത സ്പിന്നിൽ നമുക്ക് എന്തായാലും കിട്ടിയാലോ പറയാൻ പറ്റില്ല, കൊനാമിയാണ്. നോക്കി നോക്കാം എന്തായാലും. ഓക്കെ, ഹെർ വി ഗോ. ഓക്കെ, മേളിൽ കളർ മാറുന്നുണ്ട്. പക്ഷേ ബിഗ് ടൈം അല്ല ഗൈസ്, ബേസ് കാർഡാണ്. ബിഗ് ടൈം ആണെങ്കിൽ മേളിൽ പടക്കമൊക്കെ പൊട്ടും ഗൈസ്. അപ്പോൾ അത് നോക്കിയാൽ മതി നമുക്ക്. എന്തായാലും നമുക്ക് അടുത്ത സ്പിൻ എന്തായാലും എടുക്കാം. കൊനാമി ഒരു ബിഗ് ടൈമും കൂടി എനിക്ക് താ. ഓക്കെ, അതും ബേസ് കാർഡാണ്. ബട്ട് കുഴപ്പമില്ല ഗൈസ്, നമുക്ക് എന്തായാലും ഒരു ബിഗ് ടൈം കൊനാമി തന്നിട്ടുണ്ട്. നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഇനി എനിക്ക് തരുമെന്നും തോന്നണില്ല. അതും ആ പാക്കിനകത്ത് ടോപ്പ് പ്ലെയറിനെ തന്നെയാണ് എനിക്ക് കൊനാമി തന്നത്. അതുകൊണ്ട് എനിക്ക് ഈ പാക്കിനകത്ത് നിന്ന് ബിഗ് ടൈം അടിക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് സ്പിൻ എടുത്ത് നോക്കാം. ഇനി നമുക്ക് 11 സ്പിന്നും കൂടി ബാക്കിയുണ്ട്. അതെന്തായാലും എടുത്ത് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും അടുത്ത സ്പിൻ എടുക്കാം. ഹെർ വി ഗോ. നോക്കാം എന്തായാലും കിട്ടുമല്ലോ നോക്കാം ഗൈസ്. അതിനു മുമ്പ് നമുക്ക് ഇവരെയൊക്കെ ഒന്ന് ടാപ്പ് ചെയ്യാം ഗൈസ്. ടാപ്പ് ചെയ്തിട്ട് കറക്കാം, ഇങ്ങനെ അടിച്ചാലാ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ബിഗ് ടൈമിനെയൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് സ്പിൻ എടുക്കാം. ഹെർ വി ഗോ. അപ്പോൾ ഞാൻ എന്തായാലും അടുത്ത സ്പിന്നും കൂടി എടുത്തിട്ടുണ്ട്. ഓക്കെ, അതും ബേസ് കാർഡാണ്. ഒരു റൈറ്റ് ബാക്കിനെ തന്നിട്ടുണ്ട്. കൊനാമി 1 ബിഗ് ടൈമും കൂടി എനിക്ക് താ. അപ്പോൾ അടുത്ത സ്പിൻ എന്തായാലും എടുത്തിട്ടുണ്ട്. നോക്കാം. ഓക്കെ, അതും ബേസ് കാർഡാണ്. എനിക്കിനി തോന്നുന്നില്ല എനിക്കിനി ഒരു ബിഗ് ടൈം തരുമെന്ന് തോന്നുന്നില്ല ഗൈസ്. ഓൾറെഡി ഒരെണ്ണം തന്നതുകൊണ്ട് ഇനിയിപ്പോൾ തരുമെന്ന് തോന്നുന്നില്ല. എന്തായാലും സ്പിൻ എടുക്കാം. ഇനി നമുക്ക് ഓക്കെ 8 സ്പിൻ കൂടി ബാക്കിയുണ്ട്. ഓക്കെ, അതും ബേസ് കാർഡാണ്. ഇനി എന്തായാലും ബേസ് കാർഡിൻ്റെ മഴയായിരിക്കും ഗൈസ്. ഓക്കെ, നോക്കാം എന്തായാലും. ഒരു ബിഗ് ടൈമും കൂടി കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും സെറ്റായിരുന്നു. എന്തായാലും നോക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇങ്ങനെ സ്ക്രോളൊക്കെ ചെയ്തിട്ട് എന്തായാലും സ്പിൻ ചെയ്ത് നോക്കാം. കിട്ടിക്കഴിഞ്ഞാൽ സെറ്റാണ്. എന്തായാലും നോക്കി നോക്കാം. ഒരു ബിഗ് ടൈമും കൂടി നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയില്ല. എന്തായാലും നോക്കി നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് തോമസ് പറാമോ എന്ന് പറഞ്ഞ് ഈ പ്ലെയറൊക്കെ ഒന്ന് ടാപ്പ് ചെയ്യാം. ഏറ്റവും അവസാനം കിടക്കുന്ന പ്ലെയറാണ്. നമുക്ക് എന്നിട്ട് റൊട്ടേറ്റ് ഒരു 12 പ്രാവശ്യം കൊടുക്കാം. ഓക്കെ, റൊട്ടേറ്റ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നൊന്നും ഞാൻ പറയുന്നില്ല ഗൈസ്, ചുമ്മാ എന്തായാലും നമുക്ക് കിട്ടുന്ന ഫ്രീ സ്പിന്നാണ്, ഇങ്ങനെ കറക്കി കളയാലോ. എന്തായാലും നോക്കാം. ക്യാൻസലൊക്കെ ചെയ്ത് നമുക്ക് എന്തായാലും സ്പിൻ എടുത്ത് നോക്കാം. കൊനാമി ഒരു ബിഗ് ടൈം കൂടി തരണം. എന്തായാലും റൊണാൾഡീനോന് കിട്ടി, ഞാൻ സോ ഹാപ്പിയാണ് ഗൈസ്. എന്നാലും ഒരു ടാർഗറ്റിനും കൂടി കിട്ടിക്കഴിഞ്ഞാൽ സെറ്റായിരുന്നു. എന്തായാലും സ്പിൻ എടുത്ത് നോക്കാം. ഹെർ വി ഗോ ഗൈസ്, നമ്മൾ അടുത്ത സ്പിൻ എന്തായാലും എടുത്തിട്ടുണ്ട്. നോക്കാം എന്തായാലും. ഹെർ വി ഗോ. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. അടുത്ത ബിഗ് ടൈം കിട്ടിയിട്ടുണ്ട്. എന്തായാലും കൊനാമി നിങ്ങൾ വേറെ ലെവലാണ്. കൊനാമി നമുക്ക് എന്തായാലും ഇതാരാണ് ഗൈസ്, നമ്പർ 7 ഈസ് ബെക്കാം. ഗൈസ് ഇതെന്താണ് ഗൈസ്, കൊനാമിക്ക് വട്ടായി എന്നാണ് എനിക്ക് തോന്നണത്. കാരണം നമുക്ക് വേണ്ട ടാർഗറ്റ് പ്ലേയേഴ്സിനെ മാത്രമാണ് കൊനാമി കണ്ടുപിടിച്ച് നമുക്ക് തരുന്നുള്ളൂ. റൊണാൾഡീനോനെയും കിട്ടി, ഇതേ ബെക്കാമിനെയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും സംഭവം കളറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ ആരും കിട്ടിയില്ലെങ്കിൽ നമുക്ക് വലിയ വിഷയമില്ല. 2 ടാർഗറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. താങ്ക് യു കൊനാമി, താങ്ക് യു. എന്തായാലും സംഭവം കളറായിട്ടുണ്ട്. എന്തായാലും 2 ബിഗ് ടൈം നമുക്ക് എന്തായാലും തന്നിട്ടുണ്ട് കൊനാമി. ഓക്കെ, എന്ത് തോന്നിയെന്ന് അറിയാൻ പാടില്ല ഗൈസ്. പ്ലെയർ ഓഫ് ദി ഗിലാണ് പിന്നെ വമ്പൻ തേപ്പാണ് കുറേ ആഴ്ചകളായിട്ട്. അപ്പം അതുകൊണ്ട് ആണോ എന്നറിയാൻ പാടില്ല. ബിഗ് ടൈമിലെങ്കിലും നമുക്ക് ഒരു നല്ല പ്ലേയേഴ്സിനൊക്കെ തന്ന് സഹായിക്കുന്നത്. എന്തായാലും കൊള്ളാം. ബെക്കാമിനെയും കിട്ടി, റൊണാൾഡീനോനെയും കിട്ടി. നമ്മളെന്തായാലും ഇങ്ങനെ നമ്മൾ ചെയ്തപ്പോഴാണ് നമുക്ക് ബെക്കാമിനെ ഇപ്പോൾ കിട്ടിയത്. അതുപോലെ തന്നെ നമുക്ക് ഒന്നുകൂടി ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് തോമസ് പറാമോ അങ്ങനെ എന്തോ ആണ് പുള്ളിയുടെ പേര്. ഇപ്പോൾ എന്തായാലും ചെങ്ങാനൊക്കെ തൊട്ടിട്ട് ചുമ്മാ എന്തായാലും റൊട്ടേറ്റ് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ അങ്ങനെ ചെയ്തപ്പോഴാണ് ഇപ്പോൾ ബെക്കാമിനെ കിട്ടിയത്. ബാക്ക് ടു ബാക്ക് നമുക്ക് ബിഗ് ടൈം അടിക്കുമെന്ന് നോക്കാം ഗൈസ്. എന്തായാലും നോക്കി നോക്കാം എന്തായാലും. ഓക്കെ, ക്യാൻസലൊക്കെ ചെയ്ത് നമുക്ക് സ്പിൻ ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ ആദ്യം ചെയ്തത്. അന്നേരമാണ് ബെക്കാമിനെ കിട്ടിയത്. ഇനിയിപ്പോൾ നമുക്ക് ബിഗ് ടൈം അടിക്കുമെന്ന് അറിയില്ല. ബാക്ക് ടു ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ കളറാവും. ഓക്കെ, നോക്കാം എന്തായാലും. ബാക്ക് ടു ബാക്ക് കൊനാമി പ്ലീസ് ബിഗ് ടൈം.
നോക്കാം എന്തായാലും ബാക്ക് ടു ബാക്ക് അടിക്കുമോ നോക്കാം. ഓക്കെ, ഇല്ല ഗൈസ്, ബേസ് കാർഡാണ്. ഓക്കെ, CMFന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 4 സ്റ്റാർ ആണ് ഗൈസ്. അപ്പോൾ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ അറിയില്ല കേട്ടോ. ബെക്കാമിനെയും കിട്ടി നമുക്ക് ബാക്ക് ടു ബാക്ക് 4 സ്റ്റാറൊക്കെ തന്നിട്ടുണ്ട് കൊനാമി. എന്തായാലും നോക്കി നോക്കാം. വീണ്ടും അതേ ട്രിക്ക് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ട്രിക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല, ലക്ക് ഉണ്ടെങ്കിൽ കിട്ടും, അല്ല അത്രേ ഉള്ളൂ. എന്തായാലും നോക്കി നോക്കാം. ഇപ്പം നമുക്ക് ഇങ്ങനെ കാണിച്ചപ്പോൾ നമുക്ക് ബിഗ് ടൈം ബെക്കാമിനെ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇതേ ട്രിക്ക് കാണിച്ചപ്പോൾ 4 സ്റ്റാർ കിട്ടി. ഇതിലിനി ബിഗ് ടൈം അടിക്കുമെന്ന് നോക്കാം. എന്തായാലും നോക്കി നോക്കാം. കൊനാമി പ്ലീസ് ഒരു ടാർഗറ്റും കൂടി, ആ മെക്കലേലനെയും കൂടി ഇങ്ങനെ തന്നേക്ക്. മെക്കലേലനെ എനിക്ക് വേണമെന്നുണ്ട് കേസ്, എനിക്ക് ചെങ്ങാനെ ഒന്ന് കളിപ്പിച്ച് നോക്കണമെന്നുണ്ട്. മെക്കലേലനും കൂടി താ കൊനാമി പ്ലീസ്. നോക്കാം എന്തായാലും. ഹിയർ വി ഗോ. അപ്പോൾ അടുത്ത സ്പിൻ എന്തായാലും എടുക്കാം കേസ്. അടുത്ത സ്പിൻ ഞാൻ എന്തായാലും ഓക്കെ ക്യാൻസലൊക്കെ ചെയ്തിട്ട് എന്തായാലും സ്പിൻ ചെയ്ത് നോക്കാം. ബിഗ് ടൈം അടിക്കുമെന്ന് നോക്കാം കേസ്. ബിഗ് ടൈം അടിക്കുമെന്ന് അറിയാൻ പാടില്ല. നോക്കി നോക്കാം എന്തായാലും. ഓക്കെ, സ്പിൻ എടുത്തിട്ടുണ്ട്. ആരാ നോക്കാം. ഓക്കെ, ആരാണ്? ഓക്കെ, ബേസ് കാർഡാണ്. നോ പ്രോബ്ലം. 2 ബിഗ് ടൈം നമുക്ക് കൊനാമി തന്നതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. എന്തായാലും നോക്കാം. ഇനിയുണ്ട് നമുക്ക് 5 സ്പിന്നും കൂടി ബാക്കിയുണ്ട് ഗൈസ്. ഇനി എന്തായാലും ഞാൻ ചുമ്മാ സ്പിന്നെടുത്ത് ഇടുകയാണ്. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഇനി വിഷയമില്ല. 2 എണ്ണം നമുക്ക് കിട്ടി, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, 3 സ്റ്റാറിന് തന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത സ്പിൻ നമുക്ക് എന്തായാലും ഇതുപോലെ തന്നെ കാണിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, ഹിയർ വി ഗോ. ആരാ നോക്കാം. ബിഗ് ടൈം അല്ല ഗൈസ്, ബേസ് കാർഡാണ്. ഓക്കെ, AMFന് കിട്ടിയിട്ടുണ്ട്. 4 സ്റ്റാറാണ്. ഓക്കെ, നമുക്ക് ഒന്നുകൂടി അങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. ക്യാൻസൽ. ഓക്കെ, സ്പിൻ. ഹിയർ വി ഗോ. ബിഗ് ടൈം അടിക്കുമെന്ന് നോക്കാം. ഒന്നുകൂടി ഒരു ബിഗ് ടൈം നോക്കാം. ഇല്ല ഗൈസ്, ബേസ് കാർഡാണ്. ഓക്കെ, ഹൈലൈറ്റ് കാർഡാണ്. സെൻറ്റർ ഫോർവേഡാണ്. ഞാൻ വിചാരിച്ചുള്ളൂ എനിക്ക് എന്താണ് ഹൈലൈറ്റ് കാർഡ് കിട്ടാത്തതെന്ന്. കൊനാമി തന്നിട്ടുണ്ട് എന്തായാലും. ഓക്കെ, ഇനി 2 സ്പിന്നും കൂടി ഉള്ളൂ ഗൈസ് ബാക്കി. ഇനി കിട്ടാൻ ചാൻസ് ഇല്ല എന്തായാലും. ഓക്കെ, ബേസ് കാർഡ് തന്നെയാണ് 3 സ്റ്റാർ. ഓക്കെ, അടുത്ത സ്പിൻ എന്തായാലും എടുക്കാം. ഇനി എന്തായാലും ഒരു സ്പിന്നും കൂടിയാണ് നമുക്ക് ബാക്കിയുള്ളൂ. അതും കൂടി എന്തായാലും എടുത്തേക്കാം ഗൈസ്. അതും മിക്കവാറും ബേസ് കാർഡ് തന്നെയായിരിക്കും. നോക്കി നോക്കാം എന്തായാലും. ഓക്കെ, ഹിയർ വി ഗോ. വരാൻ നോക്കാം. ഓക്കെ, ബേസ് കാർഡാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ ഗൈസ് വീഡിയോ. അപ്പോൾ നമുക്ക് 2 ബിഗ് ടൈം കൊനാമിക്ക് എന്തായാലും തന്നു ഗൈസ്. നമ്മുടെ 2 ടാർഗറ്റ് പ്ലേയേഴ്സിനെ തന്നെയാണ് കൊനാമി തന്നത്. എന്തായാലും താങ്ക് യു കൊനാമി. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് കിട്ടിയ പ്ലേയേഴ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. ബിഗ് ടൈം അടിച്ചെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ എനിക്ക് കൊനാമി എന്തോ തോന്നി 2 ടാർഗറ്റിനെ എന്തായാലും തന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് വീഡിയോ. അപ്പോൾ ബൈ ഗൈസ്, ബൈ.